എന്ത് കോപ്രായമാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്നല്ലേ. ഇന്ന് നമുക്കൊരു ക്ലീനിങ് ഡേ ആണ് കേട്ടോ. ക്ലീനിങ് ഡേ വന്നു കഴിഞ്ഞാൽ ഫുള്ളും ചായയുടെ അങ്ങേയറ്റമാണ് എനിക്ക്. അതെന്തോ ചായ കുടിച്ചാൽ ഒരു പ്രത്യേക എനർജി കിട്ടുന്ന ആളാണ് കേട്ടോ ഞാൻ. അപ്പോൾ കുഞ്ചുമനെ കൊണ്ട് ആക്കിയിട്ട് വന്നിട്ടാണ് ക്ലീനിങ് തുടങ്ങുന്നത്. ക്ലീനിങ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ആ റൂം മുഴുവൻ സ്റ്റഡി റൂം പോലെ ഒക്കെ പേപ്പർ കീറിയിട്ട് രണ്ടുപേരും കൂടി പിണങ്ങിയത്. രാവിലെ പിണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ റൂമായിട്ട് അടിച്ച് വരുന്ന സമയത്ത് മറന്നുപോയി പൊന്നൂട്ടിനെ അംഗനവാടിക്ക് വിടാനായിട്ട്. പിന്നെ പെട്ടെന്ന് കുളിപ്പിച്ച് റെഡിയാക്കി പൂ മുക്കിയും പിക്കിലേ എന്നുള്ള ആളല്ലെന്ന് ഒരു പൂവേ കിട്ടിയുള്ളൂ പറഞ്ഞ സങ്കടത്തിലാണ്. അപ്പോൾ പൂവൊക്കെ വെച്ച് കൊടുത്ത് പൊന്നൂട്ടിനെ കൊണ്ടുപോയി അംഗനവാടി വിട്ടിട്ട് വന്നതും വീണ്ടും ഒരു ചായ കുടിക്കുകയാണ്. എന്താണെന്നറിയില്ല, ഈ ചായ കുടിക്കുന്നതിന് ദൈവം എനിക്ക് പ്രത്യേക ഒരു കഴിവ് തരുന്നുണ്ടാവും, എല്ലാം തന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ വീണ്ടും നമ്മളെല്ലാ റൂമുകളും വീണ്ടും മാറ്റി മറിച്ചും ഒക്കെ ഇട്ട് എല്ലാം മാറ്റി തൂത്ത് വാരി റെഡിയാക്കി കഴിഞ്ഞപ്പോൾ ഉച്ചയാവാറായിട്ടോ. ഉച്ചയാവാറായപ്പോൾ എന്നാൽ പിന്നെ രാവിലെ വെച്ചതിൻ്റെ ചായ ബാക്കി ഉണ്ടായിരുന്നു, അതങ്ങോട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. എന്താ ഈ ചെറിയ ചെയറിലിരുന്ന് കുടിക്കാൻ ഈ സമയത്തേ പറ്റുള്ളൂ, കാരണം അവരുണ്ടെങ്കിൽ പിന്നെ കുടിക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും വീടൊക്കെ തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞോട്ടെ. ഇത് കുറച്ച് നേരം ഉണ്ടാവുള്ളൂ ഈ വൃത്തിയാക്കൽ. ഇവർ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു. അങ്ങനെ ക്ലീനിങ് കഴിഞ്ഞ സമയം 4 മണിയായി. 4 മണിയായി പിന്നെ എല്ലാവർക്കും ചായ വേണമല്ലോ, അത് ടീ ടൈം ആണല്ലോ. പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് ചായ കൂടി കഴിഞ്ഞതും പിന്നെ കുളിക്കാമെന്ന് വിചാരിച്ചു. കാരണം രാവിലെ തൊട്ടുള്ള പൊടിയിലുള്ള പണിയായതുകൊണ്ട് എണ്ണയൊക്കെ തേച്ച് കുളിക്കാമെന്ന് വിചാരിച്ചു. മുഖത്തും തലയിലൊക്കെ എണ്ണ തേച്ച് കുളിച്ച് വന്ന് നോക്കണു, ദാ ചേട്ടൻ പൂ വാങ്ങിച്ചിട്ട് വന്നിരിക്കുന്നു. പൂവ് കണ്ടതും പിന്നെ കുറച്ച് തലയിലും കുറച്ച് ദൈവത്തിനും വെച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു കട്ടനിട്ട് കുടിച്ചാലാണ് എനിക്ക് എപ്പോഴും ഒരു സമാധാനം കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെയും ബൈ.